ഹായ് ഓൾ, വെൽക്കം ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. എൻ്റെ വീഡിയോസ് എല്ലാം ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആണ്. Because I strongly believe it's better to cement one idea at a time than talk about too many things. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല, അല്ല മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷന് വേണ്ടി അല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസും ഇൻസൈറ്റ്സും ലേണിംഗ്സും ഒക്കെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകും എന്നുള്ള കോൺഫിഡൻസിലാണ് ഇനീഷ്യേറ്റീവ്. എല്ലാവരുടെയും ജോബ് സെർച്ച് ജേർണീസ് ഡിഫറെൻ്റ് ആണെന്ന് എനിക്കറിയാം. സോ ടേക്ക് വാട്ട് ഹെൽപ്സ് യു ആൻഡ് ഇഗ്നോർ വാട്ട് ഡസൻറ്റ് ആൻഡ് ഓൾവേസ് ഫോളോ വാട്ട് സൂട്ട്സ് യുവർ പാത്ത്. ഒട്ടും പ്ലാൻഡ് ആയിട്ടും പ്രിപ്പയർഡ് ആയിട്ടും ചെയ്യുന്ന വീഡിയോസ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ എം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് വെൻ ഐ ഹാവ് എ മൊമെൻറ്റ്. സോ മൈ ഇമെയിൽ ഐ ഡി ഈസ് write2rich.nz@gmail.com. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഓർഗനൈസ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. എനിക്ക് ഇതിൽ ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ആം വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഇറ്റ് വിൽ വർക്ക് ഫോർ യു. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ വർക്ക് ചെയ്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് ജോബ് സെർച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് പെട്ടെന്നൊരു റിക്രൂട്ടറൊക്കെ കോൾ ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഒന്നും അങ്ങോട്ട് പറഞ്ഞ് പിടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇൻട്രോ കുറച്ചുകൂടെ പ്ലാൻ ചെയ്യണം. ലൈക്ക് ഐ നീഡ് ടു ബി റിയലി പ്രിപ്പയർഡ്. ഐ നീഡ് ടു give them the best impression. Say ഒരു റിക്രൂട്ടർ നമ്മളെ വിളിക്കുന്നത് 5 മിനിറ്റത്തേക്കാണ്. ആ 3 മിനിറ്റിൽ he will ask tell me about yourself. ഞാൻ ആദ്യമൊക്കെ ഇത് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി എനിക്കൊരു ഫ്ലോ കിട്ടുന്നില്ല. ഞാൻ ഈ കോളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു, ഞാൻ അങ്ങനെ പറയേണ്ടതായിരുന്നു, അയ്യോ ഞാൻ ഇത് പറയാൻ വിട്ടുപോയി, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എൻ്റെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഞാൻ ഇതൊക്കെ ഒരു സ്റ്റോറി പോലെ എൻ്റെ ഒരു ഡോക്യുമെന്റിൽ ടൈപ്പ് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ടൈപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറത്തില്ല, ശരിയല്ലേ? ഞാൻ എന്ത് വെച്ചാൽ ഞാൻ ഇതിനെ എഴുതാൻ തുടങ്ങി. ലൈക്ക് ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇറ്റ് വിത്ത് എ പെൻസിൽ. ഒരു പെൻസിൽ എടുത്തിട്ട്, പെൻസിലോ പേനോ, എൻ്റെ ഓർമ്മയിൽ അത് പെൻസിലാണ്, പെൻസിൽ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് എഴുതി എൻ്റെ ഇൻട്രോനെ പറ്റി ഇങ്ങനെ എഴുതി ഒരു 1.5 പേജാക്കി. ഈ 1.5 പേജിൻ്റെ ഇൻട്രോ എന്ന് പറയുമ്പം പിന്നെ നമുക്ക് ഉള്ള ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് നമുക്കൊരു പ്രോബ്ലം ആണോ എന്ന് നമ്മൾ ചിന്തിക്കും. ആ ലെങ്ത്തിലേക്ക് ഞാൻ പിന്നെ വരാം, അല്ലെങ്കിൽ ഞാൻ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകും. അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതി. അത് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു മിററിൻ്റെ ഫ്രണ്ടിൽ ഇത് എഴുതിയത് കംപ്ലീറ്റ് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ നമുക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കാണാപ്പാടം പഠിക്കുകയാണെന്ന്, ബട്ട് സ്ലോലി ഇതെൻ്റെ തലയിൽ ഭയങ്കരമായിട്ട് കയറി. ലൈക്ക് ഹൗ ഐ നീഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ആദ്യം ഞാനിങ്ങനെ നോക്കി വായിക്കുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ മസിൽ മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ അങ്ങനെ ഭയങ്കര ഫ്ലോയിൽ വരാൻ തുടങ്ങി. അപ്പം ഇത് നമ്മൾക്ക് നമ്മുടെ കണ്ടന്റിനെ പറ്റി കോൺഫിഡൻസ് ഇല്ലെങ്കിലാണ് നമ്മൾ ചിന്തിക്കുകയും നമ്മളൊന്ന് പതറിപ്പോകുന്നതൊക്കെ. നമ്മുടെ കണ്ടന്റിനെ പറ്റി ഭയങ്കര കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് നമ്മുടെ കൈയൊക്കെ അനങ്ങാൻ തുടങ്ങും, നമ്മൾ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങും, ബിക്കോസ് വി ആർ കോൺഫിഡൻറ്റ് അബൌട്ട് അവർ കണ്ടന്റ്. അപ്പം ഞാൻ ഇങ്ങനെ ഈ എഴുതി വെച്ച കണ്ടന്റ് ഒരു മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് വെരി ഗുഡ്, ബിക്കോസ് ഐ എം റിയലി പ്രസന്റിങ് ഇറ്റ് സോ വെൽ. ഭയങ്കര കോൺഫിഡൻസ് എനിക്ക്. അപ്പം ഞാനിത് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞപ്പം പിന്നെ എനിക്കൊരു പ്രോബ്ലം, മറ്റാരടുത്തെങ്കിലും ഫ്രണ്ടിൽ നമ്മളിതൊന്ന് പ്രസന്റ് ചെയ്യണമല്ലോ. സോ ഹാഡ് എ റിക്രൂട്ടർ. അപ്പം ഞാൻ ഈ റിക്രൂട്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു ഇൻട്രോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ക്യാൻ ഐ ജസ്റ്റ് ക്യാൻ യു ടേക്ക് എ മോക്ക് ഇൻ്റർവ്യൂ ഫോർ മീ. ഞാൻ ഈ മോക്ക് ഇൻ്റർവ്യൂ സീരീസിനെ പറ്റിയൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ പറയുന്നുണ്ട്, ബട്ട് മോക്ക് ഇൻ്റർവ്യൂ ഇസ് ലൈക്ക് ഇറ്റ്സ് എ ഡെമോ ഓഫ് ആൻ ഇൻ്റർവ്യൂ. അപ്പം ഈ റിക്രൂട്ടർ എൻ്റെ ഫ്രണ്ട് എൻ്റെ മോക്ക് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം ആദ്യം പുള്ളി ഇരിക്കുമ്പം എനിക്കൊരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് സോ കോൺഫിഡൻ്റ്ലി ആൻഡ് ഐ ഗോട്ട് എ വാലിഡേഷൻ ഫ്രം ഹിം സെയിങ് ദാറ്റ് യുവർ ഇൻട്രോ ഇസ് വെരി ഗുഡ്. അങ്ങനെ ഞാൻ എൻ്റെ ഇൻട്രോ ഫൈനലൈസ് ചെയ്തു. സോ നമ്മൾ ഇൻട്രോ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും ഞാൻ എല്ലാവരോടും പറയുന്നത്, ടേക്ക് ഓൾ ദ ടൈം, റൈറ്റ് യുവർ ഇൻട്രോ വെൽ, റിവ്യൂ ഇറ്റ്. നമുക്കൊരു വാലിഡേഷൻ വേണം ഇതിൽ, ആൻഡ് ദെൻ പ്രാക്ടീസ് ഇറ്റ്.
ഞാൻ ആദ്യം കണ്ണാടിയിൽ പ്രാക്ടീസ് ചെയ്തു, പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്തു. സോ ഐ ഗോട്ട് വാലിഡേഷൻ ആൻഡ് ഐ ഗോട്ട് ഗുഡ് പ്രാക്ടീസ്. അപ്പം ഞാൻ നല്ലപോലെ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്, എനിക്ക് അതിനുള്ള വാലിഡേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ നാണമൊന്നും വിചാരിക്കരുത്, അയ്യോ ഞാനെങ്ങനെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി ഇൻ്റർവ്യൂ. നമുക്ക് ജോലിയാണ് വേണ്ടത്, നമ്മൾ അതിനു വേണ്ടി നല്ലപോലെ ഫൈറ്റ് ചെയ്യണം. സോ ഡോണ്ട് റിയലി ഇത് വളരെ ചെറുതായിട്ട് കാണരുത്. നമ്മുടെ ഇൻ്റർവ്യൂ, നമ്മളിപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പം അതിൻ്റെ ഫസ്റ്റ് സീൻ ബെസ്റ്റ് ആണെങ്കിൽ ആ സിനിമ വിജയിക്കും, ലാസ്റ്റ് സീൻ ബെസ്റ്റ് ആണെങ്കിൽ സിനിമ വിജയിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് സീൻ എന്ന് പറയുന്ന ഫസ്റ്റ് 10 minutes നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇംപ്രഷൻ നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. പെട്ടെന്ന് ഒരു റിക്രൂട്ടറിൻ്റെ കോൾ വന്നാൽ പോലും നമ്മൾ ഭയങ്കര ഫ്ലോയിലായിരിക്കും സംസാരിക്കുന്നത്. സോ കൺസിഡർ ദിസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻട്രോ പ്രിപ്പയർ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തന്നത് എനിക്ക് വർക്ക് ചെയ്തു എന്ന് ഫീൽ ചെയ്യുന്ന ഒരു വേർഷനാണ്. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. Hope this helps. Small steps, big wins.